നമസ്കാരം, ഞാൻ ശശികുമാർ. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാടിയത് നമ്മുടെ വയലാറാണ്. ഞാൻ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ പൂനെയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള മഹാബലേശ്വറിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെയാണ് നിൽക്കുന്നത്. 1470 മീറ്റർ ഉയരത്തിൽ ഉള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഒട്ടേറെ പേരെ ആകർഷിക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഈ പ്രകൃതി സുന്ദരമായ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒരു പാട്ട് പാടാനായിട്ട് വാസ്തവത്തിൽ ഇതിൻ്റെ ചരിത്രം അറിയുമ്പോൾ തോന്നുന്നില്ല. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ആ കാര്യങ്ങളൊന്നും അറിയാതെ പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ച് ആനന്ദിച്ച് അവർ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ദുരന്ത കഥ ഇതാണ്. സർ ജോർജ് ആർതർ വാലറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ 1841 മുതൽ 45 വരെ ഇവിടെ ബോംബെ പ്രൊവിൻസിലെ ഗവർണറായി നിയമിതനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 1 വയസ്സുള്ള കുട്ടിയും ഭാര്യയും താഴെ കാണുന്ന സാവിത്രി നദിയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അവരെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് എല്ലാം തകർന്ന മനസ്സോടുകൂടി അദ്ദേഹം പല നാളുകൾ ഇവിടെ വന്ന് സാവിത്രി നദിയിലേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. അങ്ങനെ ആണ് ഈ സ്ഥലത്തിന് ആർതർ സീറ്റ് പോയിൻ്റ് എന്ന് പേര് വന്നത്. ഇവിടെ വളരെ ഗംഭീരമായ കാഴ്ചകൾ, നമ്മളെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. ആനന്ദിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഡക്കാൻ്റെയും കൊങ്കണും തമ്മിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിയുന്ന, കാലാവസ്ഥാ ഭേദമുള്ള വളരെയേറെ ആകർഷകമായ പ്രദേശം. മണ്ണ് അടരുകൾ ചേർന്നിട്ടുള്ള മലകൾ, ഒരു വശത്ത് ആഴത്തിലുള്ള താഴ്വാരത്ത് കാണുന്ന ഒഴുകുന്ന നദി ഇന്ന് ശുഷ്കമാണെങ്കിലും വളരെ ഹൃദ്യമായ കാഴ്ച. ആ കാഴ്ചയിൽ പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഭാഗം ഈ ആർതറുടെ സ്വകാര്യ ദുഃഖത്തെക്കുറിച്ച് അറിയാതെ ആനന്ദിച്ച് കടന്നുപോകുന്ന വിനോദ സഞ്ചാരികൾ, ആ സഞ്ചാരികൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഈ ചരിത്രകഥ അറിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ സുന്ദരമാണ് ഈ പ്രദേശം. ഇവിടെ എത്തിയാൽ കാണാനുള്ള കാഴ്ചകളേറെയുണ്ട്. ആ കാഴ്ചയിൽ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം തരുമോ എന്ന് പാടിയതുപോലെ അവർ പുനർജനിച്ച് തന്നോടൊപ്പം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ആർതറുടെ ഒരനുഭവം, ആ അനുഭവം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. നമസ്കാരം.